സിന്ധു സുരേന്ദ്രൻ കോട്ടയം പൂഞ്ഞാർ സ്വദേശി, കാതികനായ പ്രണവം സുരേന്ദ്രന്റെയും വീട്ടമ്മയായ ഇന്ദിരാ സുരേന്ദ്രന്റെയും മകൾ. TTC 1ാം വർഷ വിദ്യാർത്ഥിനിയായ സിന്ധു യുവജനോത്സവ വേദികളിൽ കഥാപ്രസംഗ മത്സരത്തിൽ വിജയിയായിട്ടുണ്ട്. ഇപ്പോൾ പ്രൊഫഷണൽ കാതികയാണ്. സിന്ധുവിന്റെ ഗുരുനാഥൻ അച്ഛൻ പ്രണവം സുരേന്ദ്രനാണ്. സിന്ധു, ഏത് കഥയാ പറയാൻ പോകുന്നത്? അപ്പു. അപ്പു എന്താ സ്റ്റോറി? എന്താ? ഒരു അധ്യാപകന് പറ്റുന്ന ഒരു കൈപ്പിഴയാണ്. അതിലൊരു കുട്ടിക്ക് വന്നു ചേരുന്ന അപകടങ്ങളെ കുറിച്ചുള്ള ഒരു കഥ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹരിത കേരള ഭൂമിയുടെ പവനരഞ്ഞാണം പോലെ തുഞ്ചന്റെ പച്ചക്കല്ലിടും മൊഴികേട്ട് തുള്ളൽ കഥയുടെ ചിരികേട്ട് ഭാരതപ്പുഴ ആഹ്ലാദവതിയായി ഒഴുകുകയാണ്. ഭാരതപ്പുഴയൊരു ഭാഗ്യവതി, കേരള ഭൂമി തന്നാത്മസഖി, കലയുടെ കമലദളങ്ങൾ വിടർത്തിയ കമനീയാങ്കന പോലെ ഒഴുകുന്നവൾ അറബിക്കടലിനെ ആലിംഗനം ചെയ്യുവാൻ. ഭാരതപ്പുഴയെ കുറിച്ച് പാടാത്ത കവികളില്ല. അത്രയ്ക്ക് സുന്ദരിയാണ് അവൾ. ഇവൾക്ക് റോമന പേരുണ്ട്, നിള. നിളാനദി നിളയൊരു നദിയല്ല, കനവുകളെഴുതും കഥയല്ല, ഹൃദയം തൊട്ടു തലോടും പോലൊരു ചരിത്ര സുന്ദരിയല്ലോ നിള. ചരിത്ര സുന്ദരിയല്ലേ. ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും അനശ്വരമായ അംശങ്ങൾ അലിഞ്ഞൊഴുകുന്ന മാതൃത്വത്തിന്റെ പാൽ നുരയാണ് നിള. നിലയുടെ തീരത്തെ പാടശേഖരങ്ങൾക്കിടയിലെ വയൽ വരമ്പുകളിലൂടെയതാ ഒരു ബാലൻ ഓടി വരുന്നു. കണ്ടാൽ ഏതാണ്ട് ഒരു 8 വയസ്സ്, ഒരു കരുമാടി കുട്ടൻ. ഓടി വന്നത് മുടുമുണ്ടഴിച്ച വരമ്പത്തേക്ക് ഇട്ടത് ഭാരതപ്പുഴയിലേക്ക് എടുത്തു ചാടിയതും ഒന്നിച്ചായിരുന്നു. വെള്ളക്കുമിളകൾ നാലുപാടും ചിതറി. ബാല്യമിതത്രയോ സുന്ദരങ്ങൾ, മിന്നിത്തിളങ്ങുന്ന പൂവനങ്ങൾ, പാടിപ്പറന്നിടാം പാട്ടുപാടാം പാലോളം വെണ്മയാറുത്തടത്തിൽ. ബാല്യമീതെത്രയോ സുന്ദരങ്ങൾ, മിന്നിത്തിളങ്ങുന്ന പൂവനങ്ങൾ, പാടിപ്പറന്നിടാം പാട്ടുപാടാം പാലോളം വെണ്മയാറുത്തടത്തിൽ. അരഞ്ഞാണച്ചരട് പോലുമില്ലാതെ ഭാരതപ്പുഴയിലേക്ക് എടുത്തു ചാടിയ ആ ബാലനാണ് അപ്പു. സഹൃദയരെ, നമ്മുടെ കൊച്ചു കഥാപ്രസംഗം ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പു ഭാരതപ്പുഴയിലേക്ക് എടുത്തു ചാടിയ അപ്പുവിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ആ നടവരമ്പിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. മാധവൻ മാസ്റ്റർ, ഗ്രാമപ്പള്ളിക്കൂടത്തിലെ അധ്യാപകനാണ് അയാൾ. മാഷ് അപ്പുവിനെ തന്നെ ശ്രദ്ധിച്ചു. ഇവൻ ഏതാ? സ്കൂളിലെങ്ങും കണ്ടിട്ടില്ലല്ലോ. ഒത്തിരി നേരം നീന്തി തളർന്ന അപ്പു മുങ്ങാങ്കുഴിയിട്ട് നിവർന്നപ്പോൾ മുമ്പിൽ മാധവൻ മാസ്റ്റർ നാണിച്ചു പോയി. ദൂരെ കിടന്ന് ഒറ്റ തോർത്തുമ്പിനെടുത്ത് ചുറ്റിക്കൊണ്ടൊരു ഒറ്റ ഓട്ടവാ. ഓടണ്ട ഓടണ്ട, അവിടെ നിൽക്കുക. ഇങ്ങോട്ട് വരിക. എന്താ നിന്റെ പേര്? അപ്പൂന്നാ. അപ്പു സ്കൂളിൽ പോകുന്നില്ലേ? അതെന്താ അപ്പു സ്കൂളിൽ പോവാത്തെ? ഇല്ലത്തെ പൈക്കിളം വയ്ക്കാൻ പോണം. അമ്മയെ നോക്കാൻ വീട്ടിൽ ആളില്ല, അതുകൊണ്ടാ. അപ്പോ നിന്റെ അച്ഛൻ? അച്ഛൻ 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 എന്നും കള്ളും കുടിച്ചു പോകുന്ന വഴക്കാ മാഷേ, അതുകൊണ്ടാ. ഓഹോ, അടൻ നിനക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടോ? എങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് അച്ഛനെയും അമ്മയൊക്കെ കണ്ട് സംസാരിക്കാം. ആട്ടെ, എവിടാ നിന്റെ വീട്? ദേ ആ കരിമ്പനയില്ലേ, അതിന്റെ ചോട്ടിലാ. ചെത്തക്കുടിലാ മാഷേ. മാധവൻ മാസ്റ്റർ അപ്പൂനെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് നടന്നു. വാതിക്കൽ ഞാത്തിയിട്ടിരുന്ന ചണച്ചാക്ക് വകഞ്ഞു മാറ്റിക്കൊണ്ട് മാധവൻ മാസ്റ്റർ ഉള്ളിലേക്ക് കിടന്നു. പാറിപ്പറന്നതാ വാർമുടി ചുറ്റിനും, കീറിപ്പറിഞ്ഞൊരാ വസ്ത്രവും മേനിയിൽ, കുണ്ടിലാണ്ടു കിടക്കുന്ന കണ്ണുകൾ, നീണ്ടു മെലിഞ്ഞുള്ള കായവും കൈകളും,
ദാരിദ്ര്യത്തിന്റെ പ്രതിരൂപം എന്ന വണ്ണം അപ്പുവിന്റെ അമ്മ. മദ്യപിച്ച് മയങ്ങിക്കിടക്കുന്ന അപ്പുവിന്റെ അച്ഛൻ. ഒത്തിരി നേരം നിർബന്ധിച്ചിട്ടാണ് അപ്പുവിന്റെ മാതാപിതാക്കൾ അവനെ സ്കൂളിൽ അയക്കാൻ സമ്മതിച്ചത്. ഇല്ലമിളങ്കാടിയിലുള്ള അണ്ണാറക്കണ്ണന്മാർ ചിലിചിലേ ചിലച്ചു. അണ്ണാറക്കണ്ണ അണ്ണാറക്കണ്ണ നീ അറിഞ്ഞോടാ, അപ്പുവിന് ഇന്നലെ യാക്കിടി പറ്റി നീ അറിഞ്ഞോടാ. പിന്നെ ആ മാഷിന്നലെ ആ പുഴകട വെച്ച് എല്ലാം കണ്ടെന്നേ. എന്നാൽ എന്താ, നാളെ ഇരുണ്ടു വെളുക്കുമ്പോൾ നാടുണരുമ്പോൾ അക്ഷരച്ചെപ്പു തുറക്കാൻ അപ്പു സ്കൂളിൽ പോകുമല്ലോ, അപ്പു സ്കൂളിൽ പോകുമല്ലോ, അപ്പു സ്കൂളിൽ പോകുമല്ലോ. അങ്ങനെ അപ്പു സ്കൂളിൽ പോകാൻ തുടങ്ങി. 1ാം ക്ലാസ്സിലെ തടിമാടം കുട്ടി. അവനെ എല്ലാരും ഓരോന്ന് പറഞ്ഞ് പരിഹസിക്കും. പക്ഷെ അവന് പരിഭവമൊന്നുമില്ല. സ്കൂൾ മുറ്റത്തെ നാട്ടുമാവിന്റെ കൊമ്പിൽ നിന്ന് നല്ല ചക്കര മാങ്ങകൾ പറിച്ച് അവൻ എല്ലാവർക്കും ഇട്ടുകൊടുക്കും. അപ്പുവിനെ എല്ലാവർക്കും ഇഷ്ടമായി. മാധവൻ മാഷിന്റെ മാനസപുത്രനായി അപ്പു അങ്ങനെ മിടുക്കനായി വളർന്നു വരികയാണ്. അങ്ങനെ ഒരു ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. സ്കൂൾ മുറ്റം വൃത്തിയാക്കുന്നതിലും തോരണം കെട്ടുന്നതിലും അപ്പുവായിരുന്നു മുൻപന്തിയിൽ. പതാകയോർത്തങ്ങൾ വിതറാനുള്ള കുങ്കുമപ്പൂക്കൾ കൊണ്ടുവന്ന അപ്പുവായിരുന്നു. ഹെഡ് മാസ്റ്റർ പതാകയുടെ ചരട് താഴേക്ക് വിളിച്ചു. നവഭാരത വർണ്ണ പതാക, അഭിമാന ത്രിവർണ്ണ പതാക, ജനകോടികൾ ഇവരുടെ നെഞ്ചിൽ കൊടിയേറ്റിയ ധർമ്മ പതാക. പതാക ഉയർത്തൽ കഴിഞ്ഞു. കുട്ടികളെല്ലാവരും ക്ലാസ്സിലേക്ക് പോയി. ഹാജരെടുക്കുന്നതിനായി മാധവൻ മാസ്റ്റർ ക്ലാസ്സിലേക്ക് നടന്നു. ബോർഡിൽ ആരോ വലിയ അക്ഷരത്തിൽ ഒരു ചീത്ത പദം എഴുതിയിട്ടിരിക്കുന്നു. ആരാ ഇത് എഴുതിയത്? ആരാ ഇത് എഴുതിയതെന്ന് എല്ലാവർക്കും മൗനം, ഭയം. മാഷിന് കലി വന്നു. മാഷ് ചൂരൽവടി എടുത്തു. 1ാമത്തെ കുട്ടിയുടെ നേർക്ക് അടുത്തു. മാഷിന്റെ ചൂരൽവടി ഉയർന്നു. 1ാമത്തെ കുട്ടി കരയാൻ തുടങ്ങുന്നു. പെട്ടെന്ന് പിൻപിൽ നിന്ന് ഒരു ശബ്ദം, മാഷേ. അവനെ തല്ലല്ല മാഷേ, ഞാനാ മാഷെ ബോർഡിൽ എഴുതിയത്, ഞാനാ. അപ്പു, അപ്പു നീയോ? മാഷിന് കലിയടക്കാനായില്ല. മാഷ് അവന്റെ ചെവിക്ക് പിടിച്ചു വലിച്ചു. വരാന്തയുടെ തെക്കേറ്റത്തുള്ള മുറിയിലേക്ക് അവനെ പിടിച്ച് തള്ളി. അവിടെ കിടക്ക് നാശം. സ്കൂൾ മുറ്റത്തെ വിശാലമായ പന്തലിൽ കലാപരിപാടികൾ ആരംഭിച്ചു. സ്വർണ്ണ ചില്ലങ്കകൾ കിലുങ്ങുന്നു, നൂപുരധ്വനികൾ മുഴങ്ങുന്നു. നാളെ നാടിൻ വാഗ്ദാനങ്ങൾ പിച്ചവച്ചിടുണരുന്നു. ലാസ്യവിലാസ വിനോദിനിമാർ വീണകൾ മീട്ടി പാടുന്നു. നാട്യം, ശാസ്ത്രം, ഹാസ്യം, വീര്യം, നവരസമുകുളം വിരിയുന്നു, നവരസമുകുളം വിരിയുന്നു. എല്ലാവരും വലിയ സന്തോഷത്തിലായിരിക്കുമ്പോ താൻ മാത്രം ഈ പഴഞ്ചൻ മുറിക്കുള്ളിൽ സ്കൂൾ കെട്ടിടം പണിതതിന്റെ ബാക്കി വന്ന ഓലയും പലകയും മറ്റു പണിയായുധങ്ങളും വാരിയിട്ടിരിക്കുന്ന ഈ മുറിക്കുള്ളിൽ താൻ തനിച്ച്. സമയം പോയത് അറിഞ്ഞതേയില്ല. ഗാനം നിലച്ചു, താളം നിലച്ചു, കർട്ടനും വീണു. കുട്ടികളെല്ലാവരും സ്കൂൾ വിട്ടു പോയി തുടങ്ങി. കുടയും ബാഗുമെടുത്ത് ഒതുക്കുകളിൽ ഇറങ്ങുകയായിരുന്നു മാധവൻ മാസ്റ്റർ. നിറയെ പൂത്തു നിൽക്കുന്ന പവിഴമല്ലിയുടെ ചുവട്ടിൽ 3-4 കുട്ടികൾ മാത്രം. എന്താ, ആരും പോകുന്നില്ലേ? മാഷേ, അപ്പു അല്ല മാഷേ ബോർഡിൽ എഴുതിയത്, ഞാനാ മാഷേ, ഞാനാ മാഷേ ബോർഡിൽ എഴുതിയത്. അപ്പു അല്ലേ? പിന്നെന്തിനവൻ കുറ്റമേറ്റു? ഈശ്വരാ, കൂട്ടുകാരനെ രക്ഷിക്കാൻ അവൻ സ്വയം കുറ്റമേൽക്കുകയായിരുന്നു. ഇത്ര പവിത്രമോ കണ്ണേ നിൻ കരൾ. കുടയും ബാഗും ഒതുകുകളിൽ വെച്ച് മാധവൻ മാസ്റ്റർ ഓടിപ്പോയി വാതിൽ തുറന്നു. അപ്പു, അപ്പുവേ, നല്ല ഉറക്കമാണല്ലേ? നിലത്ത് കിടക്കുകയാണ് അപ്പു. മാധവൻ മാസ്റ്റർ അടുത്ത് എന്ന് കുലുക്കി വിളിച്ചു. അപ്പു. അപ്പുവിന്റെ ശരീരത്തിൽ തണുപ്പ്.
ഇങ്ങനെ ഒരു ഒച്ചയനക്കം. മാഷ് ഇരുന്നേൽപ്പെ തിരിഞ്ഞു നോക്കി. അയ്യോ, ഒരു കരിമൂർഖൻ വളഞ്ഞിടിയുന്നു. ഉള്ളകൾക്കിടയിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് അത് കയറി പോകുന്നു. അപ്പു, മോനെ, അപ്പു, അപ്പു, മോനെ, അപ്പു, അപ്പു. മാധവൻ മാഷ് അപ്പുവിനെ വാരിയെടുത്തു വരാന്തയിലെ സിമന്റ് ബെഞ്ചിൽ കിടത്തി. ഹെഡ് മാസ്റ്ററോട് കാര്യം പറഞ്ഞു. ഹെഡ് മാസ്റ്റർ മാധവൻ മാഷിനെ കുറ്റപ്പെടുത്തി. ഹെഡ് മാസ്റ്ററും മാധവൻ മാഷും കൂടി അപ്പുവിനെ ആശുപത്രിയിൽ എത്തിച്ചു. മണിക്കൂറുകൾക്ക് മുമ്പേ ഈ കുട്ടിയുടെ ശ്വാസം നിലച്ചതാണ്. ഡോക്ടറുടെ വാക്കുകൾ: അഹഹ സങ്കടമോർത്താൽ മനുഷ്യ ജീവിതത്തെക്കാൾ ദയനീയമായി മഹിൽ മറ്റെന്തോന്നുള്ളൂ എന്ന് ആശാൻ പാടിയത് എത്ര പരമാർത്ഥമാണ്. ആശുപത്രി വരാന്തയിൽ നിറഞ്ഞ ആൾക്കൂട്ടം. മാഷേ, മാഷേ, മാഷന്റെ പൊന്നിനെ, മാഷന്റെ പൊന്നിനെ കൊന്നുവല്ലേ മാഷേ? ഇതിനാണോ, ഇതിനാണോ മാഷേ, ഇതിനാണോ മാഷേ ഞാൻ എന്റെ പൊന്നിനെ സ്കൂളിൽ അയച്ചത്? ഇതിനാണോ മാഷേ, ഇതിനാണോ മാഷേ, ഇതിനാണോ മാഷേ? അപ്പുവിന്റെ അച്ഛൻ കാർമേഘാവൃതമായ വ്യോമമണ്ഡലത്തിൽ നിന്നും ആകസ്മികമായി പതിക്കുന്ന ആലിപ്പഴങ്ങൾ കണക്കെ 3-4 തുള്ളി കണ്ണീർ മെലിഞ്ഞുണങ്ങിയ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്നും വളർന്ന് മാഷിന്റെ കൈത്തണ്ടയിൽ വീണു ചിതറി. കാവിലം മകനിഞ്ഞു നൽകി കടിഞ്ഞു കനി കണ്ടാലോ ഓമന കുട്ടനാണേ താഴത്തും വയ്ക്കാതെ താമരപ്പൂ പോലെ ജീവന്റെ ജീവനായി വളർന്നോനാണേ. ആശുപത്രി വരാന്തയിൽ നിറഞ്ഞ ഇരുട്ട്. ആശുപത്രി വരാന്തയിലൂടെ മാധവൻ മാസ്റ്റർ ഇറങ്ങി നടന്നു പുറത്തെ ഇരുട്ടിലേക്ക്. സഹൃദയരെ, കരളലിയിക്കുന്ന ഇത്തരം 100 കഥകളുമായി നിള ഇന്നും ഒഴുകുകയാണ്. നിളയൊരു നദിയല്ല, കനവുകൾ എഴുതും കഥയല്ല, ഹൃദയം തൊട്ടു തലോടും പോലൊരു ചരിത്ര സുന്ദരിയല്ലോ നിള, ചരിത്ര സുന്ദരിയല്ലോ. നിളയൊരു നദിയല്ല,